ആസ് ഡോക്ടർ മിംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമേഹ രോഗികളുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്ന ഇക്കാലത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് HbA1c ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ അതാണ് ഇന്നത്തെ വിഷയം. പ്രമേഹം നിയന്ത്രണത്തിലാണോ ചികിത്സ ഫലവത്താണോ എന്നറിയാനുള്ള ഏറ്റവും കൃത്യമായ പരിശോധനയാണ് HbA1c ടെസ്റ്റ്. ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ തോതാണ് ഇതിൽ കണ്ടുപിടിക്കുന്നത്. സാധാരണ നിലയിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ HbA1c അളവ് സ്ഥിരമായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നിട്ട 3 മാസത്തിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവിനെ കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കാൻ പരിശോധന സഹായിക്കുന്നു. ചുവന്ന രക്താണുക്കൾ പ്ലാസ്മയിലൂടെ ഒഴുകി നടക്കുന്നതിനാൽ പ്ലാസ്മയിലെ ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിൻ കണികകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഈ ഹീമോഗ്ലോബിൻ കണികകളെ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ HbA1c എന്നാണ് പറയുന്നത്. ആകെയുള്ള ഹീമോഗ്ലോബിൻ കണികകളിൽ എത്ര ശതമാനത്തിന്റെ മേൽ ഗ്ലൂക്കോസ് പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് മനസ്സിലാക്കാം. ചുവന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. അതിനാൽ HbA1c അളവ് 3 മാസം സ്ഥിരമായിരിക്കും. അതിനാലാണ് കഴിഞ്ഞ 3 മാസം രോഗനിയന്ത്രണം എത്രത്തോളം സാധ്യമായി എന്ന കൃത്യമായ വിവരം ലഭിക്കുന്നത്. പ്രമേഹം ഇല്ലാത്തവരിൽ HbA1c അളവ് 4 മുതൽ 6.5% വരെ ആയിരിക്കും. പ്രമേഹമുള്ളവരിൽ അത് കൂടിയിരിക്കും. HbA1c അളവ് 6.5-ൽ കുറഞ്ഞിരിക്കുന്നതാണ് ഉത്തമം. അത് 7-ൽ കൂടുതലാണെങ്കിൽ പ്രമേഹം നിയന്ത്രണത്തിലല്ല എന്നർത്ഥം. അതിനു കാരണം ചികിത്സയിലെ അപര്യാപ്തതയോ ആവശ്യമായ ജീവിത ക്രമീകരണം പാലിക്കാത്തതോ ആവാം. HbA1c അളവ് വളരെയധികം കൂടി നിൽക്കുന്നവരിൽ ഭാവിയിൽ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പ്രമേഹ രോഗികൾ 3 മാസത്തിൽ ഒരിക്കൽ HbA1c പരിശോധന നടത്തി ചികിത്സാ പുരോഗതി വിലയിരുത്തുവാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. ഇതുപോലെ നിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അവയെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.